പൊതുവെ പറയുകയാണെങ്കിൽ ഇത്രയും ജീവിത അനുഭവമുള്ള മാഷ് ആകെ ഒരു നോവലേ എഴുതിയിട്ടുള്ളൂ, കുന്തിദേവി. വളരെ വാസ്റ്റായിട്ട് കിടക്കുന്ന സാഹിത്യത്തെ ഒത്തിരി കയറിയിറങ്ങിയൊക്കെ പല ഏടുകളിലൂടെയും കടന്നു പോയ ഒരാളാണ്. എന്താ ഒരു നോവലിൽ ഒതുങ്ങിപ്പോയത്? അത് കുന്തി എന്ന് പറഞ്ഞൊരു ഉപന്യാസം നേരത്തെ എഴുതിയിട്ടുണ്ട്. അതെഴുതാൻ കാരണം ഭാഗവതത്തിൽ കുന്തി കൃഷ്ണനെ വിളിച്ച്, കുന്തിയുടെ ബ്രദറിൻ്റെ മകനാണ് കൃഷ്ണൻ, വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, നീ അധികം ദുഃഖം എനിക്ക് തരൂ. അവർ ദുഃഖോപാസന, കാരണം എൻ്റെ ദുഃഖത്തിൽ ഞാൻ നിന്നെ ഓർമ്മിക്കുന്നു, അതെന്നെ ആശ്രയിക്കുന്നു. ദൈവം വരുന്ന ഈ ദുഃഖത്തെയാണ്. അത് ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അപ്പോൾ എങ്ങനെ നോക്കിയിട്ട് എഴുതാൻ സാധിക്കുന്നില്ല. 2-3-4 ഒരാഴ്ച അതിലോട്ട് മല്ലടിച്ചു. പെട്ടെന്ന് കുന്തിയുടെ ജീവിതത്തിലേക്ക് കടന്ന് കഥ പോലെ എഴുതാൻ തുടങ്ങി. എഴുതിയപ്പോൾ ശരിയായത്. അതിന് സേതു നോവലിസ്റ്റ് അവരൊക്കെ പറയുന്നത് ഈ കഥാപാത്രത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വേറെ ഒന്നിലേക്ക് തെയ്യുന്നില്ല. ഞാൻ അതിൻ്റെ മനസ്സിലേക്ക് മാത്രം ഭൂതവും അടുത്തവാരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. എന്തായാലും ഈ 12 വോളിയോ ആയിട്ട് ഇറങ്ങാൻ പോകുന്ന സമ്പൂർണ്ണ കൃതികൾ അത് മലയാള സാഹിത്യത്തിനൊരു ഭയങ്കര മുതൽക്കൂട്ട് തന്നെയാണ്. ഒരു സാഹസികമായി പബ്ലിഷ് ഏറ്റെടുത്തതാണ്. അറിയില്ല. സാറ് വിരമിച്ചത് മഹാരാജാസ് വെച്ചിട്ടാണ്. അതുവരെ 4 കോളേജുകളിലൂടെയും ഗവൺമെൻറ് കോളേജ് പഠിപ്പിച്ചിട്ടുണ്ടല്ലേ ആകെ? അന്ന് എറണാകുളത്തിന് ഡിമാൻഡ് ഇല്ല വരാനേ. അങ്ങനെ ഞാൻ തുടർന്നിരുന്നു പോകുന്നതാണ്. എന്നിട്ട് അതിന് ശേഷം എന്നെ ആദ്യം മാറ്റുന്നത് കോട്ടയത്തേക്കാണ്. അതൊരു മന്ത്രിയായിട്ടൊരു ഇത്തിരി അത് എൻ്റെ പ്രസംഗം ഇതായില്ല, അതുകൊണ്ട് അങ്ങനെ മാറ്റിയതാണ്. അവിടെ ഒരു കൊല്ലം വർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ തിരിച്ച് ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ട് വരണം, അയാളുടെ പരിശ്രമമാണ് തിരിച്ച് മഹാരാഷ്ട്രയിലേക്ക് തന്നെ പോകുന്നു. പിന്നെ വന്നത് അടിയന്തരാവസ്ഥ വന്നപ്പോൾ അതിനെതിരായിട്ട് 2 പ്രസംഗം ചെയ്തു. ഒന്ന് യുക്തിവാദ സമ്മേളനം ടൗൺ ഹാളിൽ വെച്ച്, മറ്റൊന്ന് ജസ്റ്റിസ് ചന്ദ്രശേഖര മേനോൻ അധ്യക്ഷനായൊരു യോഗമാണ്. അത് നമ്മുടെ എറണാകുളം പരിസരത്ത് വെച്ചാണ്. അദ്ദേഹം പറഞ്ഞു പ്രസംഗിക്കരുത് ഇനി, കാരണം മാഷ് വിപ്ലവകാരിയല്ല സ്വതേ. 2 വീട്ടിൽ ഭാര്യയും മക്കളുണ്ട്, അവർക്ക് സ്വത്തില്ലെന്ന് എനിക്ക് നേരിട്ടറിയാം, ഇനി പോയ അപകടമാണെന്ന് പറഞ്ഞു. അത് അറിഞ്ഞപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. തലശ്ശേരിയിലേക്ക് സ്ഥലം മാറ്റി.